ISRO തലപ്പത്ത് വീണ്ടും മലയാളി ചെയർമാനായി ഡോക്ടർ വി നാരായണനെ നിയമിച്ചിരിക്കുന്നു. വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ്. ബഹിരാകാശ ശാസ്ത്ര വകുപ്പ് സെക്രട്ടറിയായും സ്പേസ് കമ്മീഷൻ ചെയർമാന്റെ ചുമതലയും നാരായണനായിരിക്കും എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആർ ശ്രീത്ത് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീത്ത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അഭിമാനകരമായൊരു തീരുമാനമാണ്. ISRO തലപ്പത്തേക്ക് വീണ്ടും ഒരു മലയാളി എത്തുന്നു. വിവരങ്ങൾ എന്താണ് ആർ ശ്രീത്ത്? റിജിത്ത് സൂചിപ്പിച്ച പോലെ മലയാളികൾക്ക്, കേരളീയർക്ക് വീണ്ടും ഒരു അഭിമാന മുഹൂർത്തമാണ്. ISRO എന്ന രാജ്യത്തെ അഭിമാന സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് വീണ്ടും ഒരു മലയാളി കൂടി നിയോഗിക്കപ്പെടുന്നു. ISRO ചെയർമാനായി വി നാരായണനെ നിയമിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അല്പം മുമ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. വി നാരായണൻ നിലവിൽ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ്. ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ് നെടുമങ്ങാട് വലിയമലയിലെ LPSC സെന്റർ. അവിടുത്തെ ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ISROയുടെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്ര വകുപ്പിന്റെ സെക്രട്ടറിയും ചുമതലയും ഒപ്പം തന്നെ സ്പേസ് കമ്മീഷൻ ചുമതലയും വി നാരായണനായിരിക്കും തുടർന്ന് വഹിക്കുക. അങ്ങനെയാണ് സാധാരണ ISRO ചെയർമാൻമാരാണ് ഈ രണ്ട് പദവികളും വഹിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വി നാരായണനെ ഈ ചുമതലകളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. നിലവിൽ മലയാളിയായ S സോമനാഥാണ് ISROയുടെ ചെയർമാൻ പദവി വഹിക്കുന്നത്. അദ്ദേഹത്തിന് ഈ മാസം 14-ന് വിരമിക്കുകയാണ്. അത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒരു മലയാളിക്ക് പിൻഗാമിയായി മറ്റൊരു മലയാളി തന്നെ എത്തുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. എപ്പോഴായിരിക്കും അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക? അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടോ ശ്രീത്? റിജിത്ത്, നിലവിലുള്ള ISRO ചെയർമാൻ സോമനാഥ് വിരമിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വി നാരായണനും ISRO ചെയർമാനായി ചുമതലയേൽക്കും. അത് ആ പദവി സാധാരണ ഒഴിച്ചിടുന്ന രീതിയില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ തന്നെ സ്ഥാനമേറ്റെടുക്കൽ നടക്കും. ISROയുടെ തലപ്പത്തേക്ക് തുടർച്ചയായി മലയാളികൾ വരുന്നത് ഇതാദ്യമല്ല. നേരത്തെ ISRO ചെയർമാനായി മാധവൻ നായർ ഈ ചുമതല ഒഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ തന്നെയുള്ള മോഹൻകുമാർ അദ്ദേഹം ഈ ISROയുടെ ചെയർമാൻ പദവിയിലേക്ക് വന്നത്. ഈ അദ്ദേഹത്തിന്റെ കാലത്താണ് GSLV D3യുടെ വിക്ഷേപണം, അതായത് ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടന്നത് മോഹൻകുമാറിന്റെ കാലത്തായിരുന്നു. ഇരിങ്ങാലക്കുട സ്വദേശിയായിരുന്നു അദ്ദേഹം. അങ്ങനെ തുടർച്ചയായി മലയാളികൾ ISROയുടെ തലപ്പത്ത് വന്നിട്ടുണ്ട്. അതിന് സമാനമായ ഒരു സ്ഥിതിയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. സോമനാഥിന്റെ പിൻഗാമിയായി മറ്റൊരു മലയാളി വി നാരായണൻ ISROയുടെ തലപ്പത്തേക്ക് വരുന്നു. ശ്രീതി, വലിയ ദൗത്യങ്ങൾക്ക് ഇതിനോടകം ISRO തുടക്കം വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു 10 വർഷം എന്നുള്ളത് വളരെ നിർണായകമായ കാലയളവ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കാലമാണ്. ആ കാലത്തേക്ക് ഈ കാലയളവിലൊക്കെ ISROയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന, അതിൻ്റെ നേതൃത്വം വഹിക്കാൻ പോകുന്നയാൾ മലയാളിയായി മാറുന്നു. ശ്രീത്, രഞ്ജിത്ത്, ഞാനിപ്പോൾ പറഞ്ഞ മോഹൻകുമാറിന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഈ മാധവൻ നായർ സാറിന് ശേഷം ISROയുടെ തലപ്പത്തേക്ക് വന്നത് ഇരിങ്ങാലക്കുട സ്വദേശിയായ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രയോജനിക് സാങ്കേതികവിദ്യയുടെ പരീക്ഷണ ഗവേഷണം ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ ISRO നടത്തിയത്. അതോടൊപ്പം തന്നെ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പുതിയ നിയമനം വന്നിരിക്കുന്നത്. ഇത് ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ സ്ഥാപനമാണ്. ഇപ്പോൾ സ്പേസ് ഡോക്കിംഗ് പോലുള്ള നിർണായകമായ ചുവടുവയ്പ്പുകളുമായി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ ഒരു ശക്തിയായി ഈ രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് ISRO. ഒപ്പം തന്നെ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതര രാജ്യങ്ങളിലെ കൂടി വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലമായി ഈ ഇന്ത്യയെ മാറ്റുന്ന ഈ ഇടപെടലും ISROയുടെ ശ്രമഫലമായി സംഭവിച്ചതാണ്. അങ്ങനെ ISROയുടെ തലപ്പത്ത് തുടർച്ചയായി മലയാളി സാന്നിധ്യം ഉണ്ടാകുന്നു. അടുത്തത് ചന്ദ്രയാൻ പോലുള്ള, ഗഗൻയാൻ പോലുള്ള വലിയ ദൗത്യങ്ങൾ ISRO ഏറ്റെടുക്കുകയാണ്. ആ ഘട്ടത്തിലാണ് വി നാരായണൻ LPSC ഡയറക്ടർ എന്ന അനുഭവ സമ്പത്തുമായി ISROയുടെ തലപ്പത്തേക്ക് നിയമിതനാകുന്നത്. ശരി, ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ISRO തലപ്പത്തേക്ക് വീണ്ടും മലയാളി എത്തുകയാണ്. ചെയർമാനായി ഡോക്ടർ വി നാരായണനെ നിയമിച്ചിട്ടുണ്ട്. നേരത്തെ ആർ ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ അനുഭവ സമ്പത്തുമായാണ് അദ്ദേഹം എത്തുന്നത്. ISROയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ, വളരെ സുപ്രധാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് ദൗത്യങ്ങൾക്ക് ഇതിനോടകം തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ദൗത്യമൊക്കെ നിലനിൽക്കെ വി നാരായണൻ ISROയുടെ ചെയർമാനായി വരികയാണ്. ഒരു മലയാളി തന്നെ വീണ്ടും ISROയെ നയിക്കാനെത്തുന്നു എന്നുള്ളത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം തന്നെയാണ്. ആർ ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, അദ്ദേഹം വലിയ അനുഭവ സമ്പത്തുമായാണ് എത്തുന്നത്. നേരത്തെ നമ്മൾ അക്കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയും അദ്ദേഹത്തിൻ്റെ ഒരു മുൻകാല ഇടപെടലുകളുമൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്കൊരു അഭിമാനപൂർവ്വം വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? ISRO തലപ്പത്തേക്ക് വീണ്ടും മലയാളി എത്തുകയാണ്. ചെയർമാനായി ഡോക്ടർ വി നാരായണനെ നിയമിച്ചിരിക്കുന്നു. വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ് അദ്ദേഹം.
ബഹിരാകാശ ശാസ്ത്ര വകുപ്പ് സെക്രട്ടറിയുടെയും സ്പേസ് കമ്മീഷൻ ചെയർമാൻ ചുമതലയും നാരായണനായിരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആർ ശ്രീത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സോമനാഥ് സ്ഥാനമൊഴിയുന്ന ആ ദിവസം തന്നെ അദ്ദേഹം ISROയുടെ പുതിയ ചെയർമാനായി ചുമതല ഏറ്റെടുക്കും. എസ് സോമനാഥ് ഈ മാസം 14-നാണ് വിരമിക്കാൻ പോകുന്നത്. ആ ദിവസം തന്നെയായിരിക്കും വി നാരായണൻ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. സ്പേസ് കമ്മീഷൻ ചെയർമാൻ്റെ ചുമതലയും വഹിക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ആർ ശ്രീത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വലിയ അനുഭവ സമ്പത്തുള്ള മികച്ച ദീർഘവീക്ഷണമുള്ള ഒരാളാണ് ISROയുടെ തലപ്പത്തേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ അതൊക്കെ വലിയ സഹായകമായി അദ്ദേഹത്തിന് ഈ പുതിയ ദൗത്യത്തിൽ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഓർക്കാൻ കഴിയുക ശ്രീത്ത്? റിജിത്ത്, ISROയുടെ ഏറ്റവും അഭിമാനകരമായ ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നാണ് നെടുമങ്ങാട് വലിയമലയിലുള്ള LPSC സെന്റർ. അവിടെയാണ് ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ദ്രവ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗവേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നത് അവിടെയാണ്. അത്തരത്തിൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്തും ബഹിരാകാശ ശാസ്ത്രത്തിലെ നൂതനമായ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വം വഹിക്കുന്ന ആളാണ് വി നാരായണൻ. ആ അനുഭവ സമ്പത്തുമായിട്ടാണ് ഇസ്രോയുടെ തലപ്പത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രോ ഏറ്റെടുക്കാൻ പോകുന്ന ഭാവി ദൗത്യങ്ങളിൽ വി നാരായണന്റെ സംഭാവന വളരെ വലുതായിരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സ്പേസ് ഡോക്കിങ്ങിലേക്ക് കടക്കുകയാണ് രാജ്യം. അതിന്റെ 9-ാം തീയതി അതുമായി ബന്ധപ്പെട്ട ഈ സാങ്കേതിക ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ ചെറിയ മാറ്റമുണ്ടായിരുന്നു. അത് സാങ്കേതിക തകരാറിൽ തുടർന്നാണ് മാറ്റിവെച്ചത്. 9-ാം തീയതിയാണ് സ്പേസ് ഡോക്കിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാൽവെപ്പ് ISRO നടത്താൻ പോകുന്നത്. അതിനുശേഷമാണ് ആ ISROയുടെ ചെയർമാൻ പദവിയിൽ നിന്ന് ഡോക്ടർ സോമനാഥ് വിരമിക്കാൻ പോകുന്നത്. സോമനാഥ് വിരമിക്കുന്നത് ജനുവരി 14-നാണ്. അതിന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായാണ് വി നാരായണൻ വരുന്നത്. അപ്പോൾ സോമനാഥിനെ പോലെ തന്നെ ഈ മേഖലയിൽ ഏറ്റവും അനുഭവ സമ്പത്തും ഉന്നതമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണമൊക്കെ പുലർത്തുന്ന ഒരാളാണ്. ഒരു വളരെ വിശിഷ്ടമായ ഒരു ശാസ്ത്രജ്ഞനാണ്. അതായത് ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷകരിലും ശാസ്ത്രജ്ഞരിലും ഒരാളാണ് നാരായണൻ. അദ്ദേഹത്തിന്റെ ഈ അനുഭവ സമ്പത്ത് വരുംകാല കാൽവെപ്പുകളിൽ വരുംകാല ഗവേഷണ പ്രവർത്തനങ്ങളിലും മറ്റ് സാങ്കേതിക മുന്നേറ്റങ്ങളിലും ISROയ്ക്ക് വലിയ തോതിൽ സഹായകമാകുന്ന പ്രതീക്ഷയാണ് ഇസ്രോ വൃത്തങ്ങളും ഇപ്പോൾ ESSC തിരുവനന്തപുരം മേഖലയിലെ ശാസ്ത്രജ്ഞരും നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ ശ്രീത്ത്, കേരളത്തിൽ എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം? അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീത്ത്? അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസക്കാരാണ്. അദ്ദേഹം കേരളത്തിൽ എവിടെയാണ് സ്വദേശം തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തെങ്കിലും ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പം മുമ്പ് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിയത്. ആ ഉത്തരവിന്റെ പിന്നാലെയാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഈ ക്യാബിനറ്റിന്റെ സെക്രട്ടറിയായ മനീഷ സക്സേനയുടെ ഉത്തരവ് അല്പം മുമ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ വി നാരായണനെ വലിയമല വലിയമലയിലെ LPSC ഡയറക്ടറായ വി നാരായണനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെയും സ്പേസ് കമ്മീഷന്റെയും ചെയർമാനായി 2 കൊല്ലത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ മാസം 14 മുതൽ അദ്ദേഹത്തിന്റെ നിയമനം പ്രാബല്യത്തിൽ വരുമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ശരി, ISRO തലപ്പത്ത് വീണ്ടും മലയാളി എത്തുകയാണ്. ചെയർമാനായി ഡോക്ടർ വി നാരായണനെ നിയമിച്ചിരിക്കുന്നു. ആർ ശ്രീത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.